പവിത്രസാഗനോട് പറഞ്ഞേ പെട്ടെന്ന് തന്നെ കാര്യങ്ങളും തീരുമാനാക്കണം. എടാ രാജേഷ്, എല്ലാം പോയടാ. എന്താ പറ്റിയേ? എന്റെ നല്ല കാലത്തൊന്നും ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിന്നെ ഞാൻ സഹായിച്ചിട്ടുമില്ല. എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ ചെയ്തത് തെറ്റാ. നീ കരാതെ കാര്യം പറ രാജി. ഇല്ലടാ, ഞാൻ ചെയ്ത തെറ്റോർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നീ വന്നേ, നീ അവിടെ ഇരുന്നേ. വാ, ഇവിടെ ഇരിക്കും. വെള്ളം ഉണ്ടെങ്കിൽ കുടിക്കായിരുന്നു. എടാ രാജേഷ്, പണ്ട് നമ്മൾ എങ്ങനെ കഴിഞ്ഞിരുന്നതാടാ. അമ്മയെ കാണാൻ നീ കരഞ്ഞോണ്ടിരുന്നപ്പോ ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ കല്യാണം നടത്താൻ വേണ്ടിട്ട് ലോൺ എടുത്തിട്ട് അതടയ്ക്കാൻ പറ്റാൻ എപ്പോഴും രമേശ് ഏട്ടൻ പറയും. പറച്ചില് മാത്രമേ ഉള്ളൂ. എന്റെ പൊന്ന് രാജി, നീ പഴയ കഥയൊക്കെ പറയാണ്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. രമേശ് ഏട്ടൻ ജയിലില്ല. ജയിലില്ല? എന്തിനു? അത് എന്തോ പൈസ തട്ടിപ്പിന്റെ കേസാ. ദൈവമേ, അറബീനെ തല്ലിന്നോ? അറബീനെയൊക്കെ ആരെങ്കിലും തല്ലുവോ? 15 ലക്ഷം രൂപ കൊടുത്താലേ പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്നാ പറയണേ. ഞാൻ ആരോടാ ചോദിക്കണേ? എനിക്ക് ആരുമില്ലേ. സത്യയുടെ പൈസ കിട്ടിയില്ലേ കൊച്ചിന് വിഷം കൊടുത്തിട്ട് ഞാനും ചാവും. രാജി, നീ കരയല്ലേ? നമുക്ക് വഴിയുണ്ടാക്കാം. നീ കരച്ചിൽ നിർത്ത്. എന്റെ രമേശ് ഏട്ടൻ ഇപ്പൊ ചെയ്യില്ല. അയ്യോ രമേശ് ഏട്ടാ. ഇത് പിടി. 8 ലക്ഷം രൂപ ഉണ്ട്. എന്താന്ന് വെച്ചാ ചെയ്. അപ്പൊ ബാക്കി എന്നാ പിന്നെ ബാക്കി കൂടെ ഉണ്ടാക്കിട്ട് തരാം. അതുവരെ രമേശ് ജയിലിൽ കിടക്കട്ടെ. പിന്നെ അല്ലാതെ ബാക്കി ഞാൻ സ്വർണം വിട്ടിട്ട് കൊടുത്തോളാം. എന്താ അമ്മേ? എടാ, ചൈനക്കാരി പവിത്രസാഗനെ കല്ലെറിഞ്ഞ പാർട്ടിക്കാരാകെ ഇളകിക്കണാണ്. നീ എത്രയും വേഗം അവളെ കണ്ടുപിടിച്ച് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുത്താന്നു. എടാ രാജേഷ്, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഫോട്ടോ വെയിറ്റ് ചെയ്യണേ. എടാ, പാർട്ടിക്കാരാണ്, വേഗാട്ടെ. അവരുടെ കയ്യിലെങ്ങനെ അതിന് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ.